ആ ഇന്നെന്താ നേരത്തെ വല്ല മീറ്റിംഗ് ഉണ്ടാ? ആ ഇന്ന് എനിക്ക് നേരത്തെ പോണം. മാർക്കറ്റൊക്കെ ഡൗണാ. ആ ശമ്പളം കിട്ടിയിട്ട് വേണം എനിക്ക് ലോണൊക്കെ അടച്ചു തീർക്കാൻ. നീ ആ ചായ ഇങ്ങോട്ട് എടുത്തേ. Are you sure about it? Materials नहीं आया तो production will completely stop. अरे यार, this virus is really getting on my head. चल बाद में ऑफिस में आके बात करते हैं. എന്താ ഇത്രയ്ക്ക് ധൃതി? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയിക്കൂടെ? നേരത്തെ എത്തിയിട്ട് കാര്യമുണ്ട്, നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ്. കുരിശെങ്കിലൊന്ന് വരയ്ക്കേ. ഞാൻ ചെയ്തോണ്ട്. ഒരു പതിവില്ലാത്ത പോക്കാണല്ലോ ഇന്ന്. ഹായ് മനു, എന്തിട്ട് വിശേഷം? എന്താ ചെയ്യണേ? ഒന്നുമില്ലടാ, അങ്ങനെയൊക്കെ പോകുന്നു. നീ എന്താ പരിപാടി? ഞാനാകെ ഇരുന്ന് ബോറടിക്കുക ഇവിടെ. ഇവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ഞാനും ബോറടിച്ച് ചത്തു. ഞാൻ നെവിലൊന്ന് കോൾ ചെയ്ത് നോക്കിയാൻ. ഓക്കെ, ഏതായാലും അവനും കൂടി ഒന്ന് ട്രോൾ ചെയ്യാൻ നമുക്ക്. അത് പിന്നെ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? ഹലോടാ, സുഖമാണോ മച്ചാ? ആ പിന്നെ അല്ല, നീ എന്താണ് ചെയ്യണേ? ഞങ്ങളിവിടെ ബോറടിച്ച് ചത്തു. ഞാൻ സിനിമ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഓ എൻ്റെ അമ്മോ, ഒരു വിശുദ്ധം വന്നിരിക്കുന്നു. ആ മുമ്പ് പ്രാർത്ഥിച്ചോ. എന്ത് എന്ത് നീ പ്രാർത്ഥിക്കായിരുന്നതാ? നീയല്ല, ഉറപ്പായിട്ടും വല്ല പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്തിരിക്കും. ഏയ് റുക്ക കുച്ച് ബി, ഞാൻ സിനിമ കാണായിരുന്നു. अपना ഒരു വടക്കൻ സെൽഫി നിതിൻ പോളി का ना അത് अरे क्या मूवी है रे. अरे सुनो, मुझे एक आइडिया है रे. अभी നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്താലോ? വൈറൽ होएगा. ഇനി അതിൻ്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. ഇനിയിപ്പോ നിനക്ക് വൈറലാണോ? अबे 3 जन में कैसे शॉर्ट फिल्म बनेगा अबे? अरे हाँ, तुम बाकी लोगों को बुलाएंगे ना? ओके रुक, मैं बाकी सबको ऐड करते हैं, रुक. हाँ हाँ. हाय गाइस. हाय. हाय, तुम लोग क्या कर रहे हो? ഞങ്ങളെല്ലാവരും ഫേമസ് ആവാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്തോണ്ടിരിക്കുക ഇവിടെ. क्यों टिकटॉक पे नाचने वाले हो क्या? अरे रुक रे, तू बस रुक. मस्त वाला आइडिया है. Guys, मस्त वाला सुनो idea है. सुनो, we are planning to make a short film and you guys are main characters, okay? क्या शॉर्ट फिल्म? अब ये बीमारी कब से शुरू हुआ? अरे तू बस रुक ना, तू बस रुक. अच्छा ओके, बता स्टोरी क्या है? मिस्टर डायरेक्टर एक्सप्लेन. एक्चुअली डायरेक्टर मैं नहीं, क्रिस्टो है, तो वो बताएगा. എന്ത് ഡയറക്ടറാ? ഞാനാ? എനിക്കൊന്നും അറിയില്ല കേട്ടാ. वाव, നല്ല തുടക്കം. किसी के पास कुछ प्लान है क्या? देख नेविल, शॉर्ट फिल्म का आइडिया तेरा था. डायलॉग तू लिखेगा, स्टोरी भी बनाएगा, सब तू करेगा. हम लोग बस आराम से चिल करेंगे, ओके? ആ നല്ല ബെസ്റ്റ് ഐഡിയ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആദ്യം പോയി സ്റ്റോറി ഒക്കെ കണ്ടുപിടിച്ചിട്ട് വാട്ടോ. फुकट का टाइम वेस्ट करने के लिए आए हो तुम लोग. वो ही ना, मैं कट कर रही हूँ. अरे रुक रुक, जा मत रुक. अच्छा आइडिया है, रुक जा मत. കുഴപ്പമില്ലടാ നെവിൽ, ഫെയിലിയർ എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. अरे तुम दोनों ने भी ना पूरा पानी में डाल दिया यार. क्या रे? കുഴപ്പമില്ല, അവിടെ നാം ഈ വിഷമം നമുക്ക് പബ്ജി കളിച്ച് തീർക്കാം, ഓക്കെ? पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है. നീ ബാഗ് പിടിച്ചോ, നീന്ത ആവശ്യമില്ല. കോസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. കോസ്റ്റ് കട്ടിങ് അതാ. നിങ്ങൾ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല, ഒന്ന് തിരിച്ചു പറയേ. ന്യൂസ് ഒന്നും കാണില്ലേ നീ? ലോക്ക്ഡൌൺ ഇന്ന് മുതല് ഓരോ കമ്പനിന്ന് ഓരോരുത്തരെ പിരിച്ചു എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലവർക്കാണെങ്കിൽ വർക്ക് ഫ്രം ഹോമാ. എന്റെ കമ്പനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ കമ്പനി ഞാൻ കടത്തില്ല. ബോസ് ആണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞങ്ങളുടെ പോലെ തന്നെ എത്ര കമ്പനികൾ ഇപ്പൊ പിരിച്ചു വിട്ടു ഓൾറെഡി. ഓ, അടുത്ത ആഴ്ച ലോൺ അടച്ച് തീർക്കണം. എങ്ങനെയെങ്കിലൊക്കെ ചെലവ് ചുരുക്കേണ്ടി വരും. നീ ഒരു കാര്യം ചെയ്യ്, ആ പെണ്ണില്ലേ അടിച്ചു വരുന്ന പെണ്ണ്, നാളെ തൊട്ട് അവളിനോട് വരണ്ടാന്ന് പറ. നിനക്ക് ജോലി ഉണ്ടാ? ലോക്ക്ഡൌൺ ഒക്കെ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നീ വിളിക്കേണ്ടത് ഞാൻ വിളിക്കണം. അടങ്ങ് മനുഷ്യ, ഞാൻ തന്നെ വിളിക്കാം.
ചേച്ചി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പറഞ്ഞോളൂ ചേച്ചി. അതെ, നാളെ തൊട്ട് വരണ്ട ജോലിക്ക്. അയ്യോ വരണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ? ലോക്ക്ഡൌൺ ഒക്കെ അല്ല ഇപ്പൊ നടക്കണേ. ഞാനിപ്പോ എന്ത് ചെയ്യും ചേച്ചി? എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങള്. ഈ മാസത്തെ ശമ്പളം പോലും എനിക്ക് കിട്ടിയിട്ടില്ല ചേച്ചി. എന്റെ കൊച്ചിന്റെ സ്കൂൾ ഫീസ് പോലും എനിക്ക് അടയ്ക്കാൻ പറ്റിയിട്ടില്ല ചേച്ചി. ചേച്ചിക്ക് അറിയാന്നല്ലേ എന്റെ കെട്ടിയൻ മരിച്ചുപോയ കാര്യം? അതൊക്കെ എനിക്കറിയാം. ഞങ്ങൾക്കുണ്ട് പ്രശ്നങ്ങള്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്താ ചേച്ചി. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു ചേച്ചി, പ്ലീസ് ചേച്ചി, പ്ലീസ്. ശരി, ഞാൻ നോക്കട്ടെ. ഞാനിത് പിന്നെ വിളിക്കാം. അമ്മ ചായ. ഇത്ര വേഗം നിന്റെ ഒരുങ്ങല് കഴിഞ്ഞാ? അമ്മ ചായ ആയാ? ഹോസ്പിറ്റലുകാര് വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബസ്സോ ഇല്ല. ഇനി അമ്മയുടെ ഈ ചായ കാരണം അതും കൂടി മിസ്സാവാൻ തോന്നുന്നുണ്ട്. അങ്ങനെയും നീ ഒന്ന് പോവാനിരിക്കുമല്ലോ. ഇന്നലത്തെ വാർത്തകൾ കേട്ടല്ലേ നീ? എത്ര പേരാ കൊറോണ കാരണം മരിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസവും? അതെങ്ങനെ ശരിയാവും പറഞ്ഞേരാ അമ്മ? എത്ര ആൾക്കാര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല. വേറെ ആൾക്കാരൊക്കെ ഇല്ലേ ആസ്പത്രിയില്? നീ പോയില്ലെങ്കിലും ആസ്പത്രി അടച്ചുപൂട്ടൊന്നുമില്ല. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അവർക്കല്ലേ കുടുംബം വീട്ടുകാരൊക്കെ? എന്നെ പോലെ തന്നെയല്ലേ അവര്? മനുഷ്യരല്ലേ? അത് മുഴുവനാക്കിട്ട് പോയി. അമ്മ ഇങ്ങോട്ട് വേഗം വരണ്ട. എനിക്ക് റോസിന്റെ കോൾ ഇപ്പൊ 2-3 പ്രാവശ്യമായി വരുന്നു. കുരിശ് വെച്ചതാ, എനിക്ക് ഇറങ്ങാറായി. അമ്മ ഞാൻ ഇറങ്ങാട്ടോ. ശരി, സൂക്ഷിച്ചോളാം. ഇന്ത്യൻ പൗരന് കൊറോണ വൈറസ്. 15 സംസ്ഥാനങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ 37 പേർക്ക് കോവിഡ് ബാധയില്ല. ഡൽഹിയിൽ 50-ൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. കോവിഡ്-19 ബാധിച്ച് ലോകത്താകെ മരിച്ചവരുടെ എണ്ണം ഞാൻ വരില്ല, എനിക്കൊരു തലവേനുണ്ട്. നീയും പോയി മമ്മിയും പോയി പ്രാർത്ഥിക്കുക. हेलो मिस्टर जॉर्ज। हाँ जी मैं सिटी बैंक से बोल रही हूँ। आपका अकाउंट है हमारे यहाँ पे? जी हाँ। जी आपके लिए एक फ्री क्रेडिट कार्ड का ऑफर है। नहीं सॉरी, आई एम नॉट इंटरेस्टेड, थैंक यू। हेलो जी मैं सिटी बैंक से बोल रही हूँ। आपके लिए क्रेडिट कार्ड का ऑफर है। अरे मैंने कहा ना, नॉट इंटरेस्टेड। पर क्यों सर? नहीं, नॉट बिल्कुल फ्री है। प्लीज मेरे को मत तंग कीजिए, थैंक यू सो मच। ഭയങ്കര ശല്യായില്ലത്.
ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കും. ഇത് സൈലന്റിലൊക്കെ വെക്കാം, പ്രശ്നമില്ല. ദേ. ഈശോയെ 25 മിസ് കോളാ. അമ്മയുടെ ആണല്ലോ. ദേ ചേട്ടാ ഒന്ന് ഇറ്റേ നോക്കിയേ, കൊറേ മിസ് കോള് വന്നിക്കണോ അമ്മയുടെ. എന്താ പറ്റിയെന്ന് നോക്കിയേ, ഒന്ന് വിളിച്ചു നോക്ക് എന്തുണ്ടായെന്ന്. ഹലോ അമ്മ, എന്താ വിളിച്ചേ? കരയാണ്ട് കാര്യം എന്താന്ന് പറയൂ. ചാച്ചനെന്താ പറ്റിയ? അപ്പൊ അവിടെ കൂടെ നിൽക്കാൻ ആരുള്ളപ്പോ? അമ്മ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ വിളിക്കാം. ഞാൻ ജോസറിനെ വിളിച്ച് ചോദിക്കാം. അമ്മ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. നോക്കട്ടെ ഞാൻ വരാൻ പറ്റുമെന്ന്. ഇവിടെ ട്രെയിനൊക്കെ നടക്കുന്നില്ല, ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ. ഞാൻ വരാൻ നോക്കാം, ഞാൻ വരാം. അമ്മ കരണ്ടിരിക്കേ. എന്തുണ്ടായേ? അമ്മ എന്താ പറഞ്ഞേ? ചാച്ചൻ ഇന്നലെ രാത്രി നെഞ്ഞുവേദന വന്നു. എല്ലാവരും കൂടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഏത് ആസ്പത്രിയിലാ കൊണ്ടുപോയിരിക്കണേ? കേട്ടിടത്തോളം അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ. അമ്മ ആകെ വിഷമത്തിലാ. ഞാനൊന്ന് ജോസ് സാറിനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. ഇന്നലെ രാത്രി ഫോൺ സൈലന്റിൽ വെച്ചത് പ്രശ്നമായത്. ഹാർട്ട് അറ്റാക്ക് എന്നാ പറയണ. 48 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് ഇനി പറയാൻ പറ്റുള്ളൂ ഓപ്പറേഷൻ വേണോ വേണ്ടെന്ന്. ജോസണ്ണയും കൂടി ഉള്ളി കയറ്റുന്നില്ല. ചാച്ചൻ അവിടെ ഒറ്റയ്ക്ക. എന്തായിരിക്കും അവിടെ സ്ഥിതി? ചാച്ചനൊന്നും പറ്റില്ല. നിങ്ങൾ കൂടി ഇങ്ങനെ ശരിയാവാ. നിങ്ങൾ ടെൻഷൻ അടിക്കില്ലേ? ദൈവം നിങ്ങൾ വഴി കാണിച്ചു തരും. ട്രെയിനും ഇല്ല, ഫ്ലൈറ്റും ഇല്ല, വഴിയൊക്കെ ബ്ലോക്ക്, ഒരു രക്ഷയില്ല. പോലീസ് ഒരു കാര്യമില്ല. എല്ലാവരുടെയും അവർ ഇവിടെ ബന്ധാക്കി വെച്ചിട്ട് ഒന്നും ഒരു കാര്യം നടക്കില്ല. ഈ നാട്ടിലെങ്ങനെ കൊണ്ടെന്നാണ് ചെങ്ങാണ്. ഹലോ ജെസ്സി, ആ എന്തു പറയണു? സുഖാണോ? ജൂലി, ഞാനൊരു അത്യാവശ്യം കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാടി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടത്തിലാ. ആണോ? എന്താ പറ്റിയേ? ജോർജ് ഏട്ടന്റെ ജോലി ആകെ പ്രശ്നത്തിലാണ്. കമ്പനിയിൽ നിന്ന് ആൾക്കാരൊക്കെ പിരിച്ചുവിടാണ്. അതുകൂടാതെ ഇന്നലെയാണെങ്കിൽ ജോർജ് ഏട്ടന്റെ ചാച്ചന് സുഖമില്ലാണ്ട് ആസ്പത്രി കൊണ്ടുപോയിരിക്കുക. എന്റെ ദൈവമേ, എന്താ ഇങ്ങനെ പെട്ടെന്നിനൊക്കെ? ഏത് ആശുപത്രിയിലാന്നാ പറഞ്ഞേ? മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കണ. ചെറിയ നെഞ്ചുവേദന വന്നതത്രേ. ആകെ സീരിയസ് ആണെന്ന് പറഞ്ഞു കേട്ടെ. ജെസ്സിയുടെ ഫോണാ. ഐസിയിലാണെന്ന് പറയണേ. ആരാ? ജെസ്സിയുടെ? എന്താ പറ്റിയ? ജോർജ് ഏട്ടന്റെ അപ്പച്ചന് സീരിയസ് ആയിട്ട് മിഷൻ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കാന്ന്. നീ ഒന്ന് സ്പീക്കർ വെച്ച് നോക്കട്ടെ. അമ്മയാണെങ്കിൽ ഒറ്റയ്ക്ക് അവിടെ. അയൽവത്തെ ആൾക്കാർ കൂട്ടിയിട്ടാണ് കൊണ്ടുപോയത്. അയൽവക്കത്തെ ജോസേട്ടനാണ് എല്ലാ കാര്യങ്ങളും നോക്കണേ. എനിക്ക് ആകെ ടെൻഷൻ അടിക്കുക. ഒന്നും മനസ്സിലാവില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സാരില്ല ജെസ്സി, ഒന്നും സംഭവിക്കില്ല. ഇവിടെയാണെങ്കിൽ ജോർജേട്ടൻ ജോലി പോയിരിക്കുക.
അവിടെയാണെങ്കിൽ ചാച്ചന്റെ അവസ്ഥ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടി കിട്ടണില്ല. ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ പേടിക്കണേ? നിങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ് പ്രാർത്ഥിക്കടി. നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കും. ജെസ്സി, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം. എല്ലാം ശരിയാവും. എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. അതെ ജെസ്സിയെ, നീ എന്തുണ്ടെങ്കിലും പറഞ്ഞോ, ഞങ്ങൾക്ക് ആവുന്ന വിധത്തിൽ ഞങ്ങൾ സഹായം ചെയ്യാം. നീ പേടിക്കാണ്ടിരിക്കേ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേ. ശരി എന്നാ. ആ ശരി ശരി, ബൈ. ബൈ. എന്ത് കഷ്ടല്ലേ, എന്താ ചെയ്യാൻ പറ്റാ നമുക്ക്? അതെ, ഇതിപ്പോ ജെസ്സിയുടെ കാര്യം. ഈ ലോകത്തിൽ എത്ര പേരിന് കഷ്ടപ്പെടണ്ടാവുന്ന അറിയോ നിനക്ക്? ഈ കൊറോണ കാരണം കൊണ്ട് നമുക്ക് ജെസ്സിക്കും ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ശരി ശരിയാണോ? ഓക്കെ. നാട്ടിനാളെ വിളിച്ചേ. ചാച്ചനെ കോവിഡ് എന്നാ പറയണത്. ഒന്നും മനസ്സിലാവില്ല. ദൈവം, ഇത് എന്തൊരു പരീക്ഷണം. ചേച്ചിനെ ഇപ്പോൾ വിളിക്കണോ? വേണ്ട വേണ്ട, ചേച്ചിനെ വിളിക്കണ്ട. പക്ഷെ പിന്നെ ഒരു പ്രാവശ്യം വിളിച്ച് നോക്കാം. ഹലോ ഹലോ ചേച്ചി, അത് ഞാൻ എന്താ പറഞ്ഞോ? അത് ചേച്ചി, ഞാനിപ്പോ ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലാവുണ്ട് നിന്റെ ബുദ്ധിമുട്ട്. അന്ന് ഞാൻ ചൂടായത് ഇനി കുറച്ച് ടെൻഷനായിരുന്നു, അതുകൊണ്ടാണ്. അതെനിക്ക് മനസ്സിലായി ചേച്ചി. നീ ടെൻഷൻ അടിക്കണ്ട, എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ നിനക്ക് ചെയ്തു തരാം. ആ ചേച്ചി, ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ചേച്ചി. ദൈവം ചേച്ചിനെ അനുഗ്രഹിക്കട്ടെ. ആവശ്യമില്ലാണ്ട് പുറത്തൊന്നും ഇറങ്ങണ്ട. എനിക്ക് നിന്റെ മോളുടെയും കാര്യം നോക്കിക്കോളാം. ശരി ചേച്ചി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളാം. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാനെന്നാ വെക്കാം. ശരി ചേച്ചി. ചേട്ടാ, അതെ, നമ്മളുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണ്ടേ? നമ്മുടെ ആ മീനു ഇല്ലേ, നമ്മുടെ പണിക്ക് വരുന്ന പെണ്ണില്ലേ, അവളെ നമ്മൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടില്ലേ. അപ്പോൾ മാസത്തെ ശമ്പളമൊന്നും കൊടുത്തിട്ടില്ല. വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഭർത്താവ് മരിച്ചിരിക്കില്ല, ഒറ്റയ്ക്കില്ല അവള്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്താലോ? നോക്കട്ടെ. എന്തെങ്കിലും സാധനങ്ങളായിട്ടാ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഒരു കാര്യം ചെയ്യാം. എൻ്റെ പരിചയത്തിൽ ഒരു NGO-യിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം, അവർക്ക് വല്ല സഹായിക്കാൻ പറ്റുമെന്ന്. ഹലോ, ചേട്ടാ, അങ്ങനെയാണോ? അത് സാരില്ല, അത് ഞങ്ങൾ ഏറ്റു. ശരി. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവരുടെ വീട്ടിലെത്തിച്ചേക്കാം. ഓക്കെ. പിന്നെ അഡ്രസ്സ് അത് തന്നെയല്ലേ?
ആ ശരി, ഓക്കെ. അമ്മ എന്താടി? അതെ, ഇന്ന് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും ട്ടാ. എന്താ കാരണം? അതെ, എന്റെ അണ്ടറിൽ ഒരു അപ്പാപ്പനുണ്ട്. ആള് കൊറോണയായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്, രക്ഷപ്പെടാൻ ചാൻസസ് ഒക്കെ കുറവാ. പക്ഷെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോ അതിന് ആ കേസിന്റെ പിന്നാലെ കുറച്ച് സമയം പോകുന്നുണ്ട്. ഞാൻ പറയുന്ന മോളെ, നീ പോണ്ട. ഇന്നത്തെ പത്രം കണ്ടല്ലേ നീ? എത്ര ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഈ കൊറോണ പകർന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ പറഞ്ഞു ഒന്ന് കേക്ക്. നീ ഇന്ന് പോണ്ട. നീ ഒരു ലീവ് എടുത്ത് വീട്ടിലിരിക്കും. എന്താ അമ്മ ഓരോ ദിവസം ഇങ്ങനെ ഓരോ മുടക്ക് പറയുന്നത്? അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തുകൊണ്ടാണ് നഴ്സ് ആവാൻ തീരുമാനിച്ചതെന്ന്? ഇത് ഒരുമാതിരി. എന്തായാലും എനിക്ക് പോകാനുള്ള സമയം. ഞാൻ എന്തായാലും ഇറങ്ങാൻ പോവാം. അമ്മ ഞാൻ ഇറങ്ങാട്ടാ. അതെ, മറക്കല്ലേ, ആ പാപ്പന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. ശരി, ബൈ. പ്രാർത്ഥിക്കാൻ ഞാൻ സൂക്ഷിച്ചു പൊക്കോളോ. Okay guys, so how's the work going on? How much stock do we have left? Ma'am, the work is progressing well as we planned, and we have a complete report of the work done till now. Jacob can brief you about it. Yes, ma'am. We have covered 3 hotspots in 2 days, and we have been able to almost reach 18 households, and we have delivered the necessary goods. So that's going well and fine. Ma'am, we also came to know that there are many other areas we have not yet reached, like Dindyal Nagar, Tamtalab, who are in need of real assistance. This is a report about the distress call that we have received from those areas. Here is the report. But ma'am, I do not think we have enough grocery to cater for the needs of so many. We only have limited stocks right now. Okay, so what about the funding? Have you received any forms of donations? Ma'am, we do not have sufficient funds to purchase all the goods as per the current demand. Okay, so what can we do? Can we have some online fundraising events, something that can help us with it? That's a great idea. Maybe we can do more advertising to tap in resources. Okay, let's do that. And Maria, I wanted to get in touch with the suppliers and do the needful. I have received one address from Sardar Patel Road. You have to complete that area by today evening. Yes, ma'am. We will cover it today. And Monica, get in touch with the authorities for getting the sanctions for these areas. We can't take any risk. Yes, ma'am. I'm already on it. Okay. Hello, everyone. Hello. എന്തൊക്കെയുണ്ട്? How is everyone doing? Yes, good. Yes, good, ma'am. Well, I'm fine by the grace of God. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ബിസി ആണോ എല്ലാവരും? ബിസി ഒന്നുമല്ല, ഞങ്ങൾ ചെറിയൊരു ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടാക്കാൻ ഒരു പ്ലാനിലായിരുന്നു. Okay, that's nice. You should make use of your creativity and God-given talents. അതൊക്കെ ശരി തന്നെ. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ ഈ ലോക്ക്ഡൗൺ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണേ എന്ന്. രോഗം പലയിടത്തും ബാധിച്ചു കഴിഞ്ഞു. ഒത്തിരി പേര് ചികിത്സയിലുമാണ്. നമ്മളുടെ പള്ളിയിലടക്കം ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എത്ര കഷ്ടപ്പാടിലൂടെയാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടേയിരിക്കണേന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ രാജൻസിൽ താമസിക്കുന്ന ജോർജ് അങ്കിളിനെ അറിയില്ലേ നിങ്ങള്? നമ്മുടെ സ്റ്റെഫി റോസിന്റെ പപ്പയല്ലേ? ആളുടെ ജോലി പ്രശ്നത്തിലാണ്. അത് പോരാതെ ആളുടെ അപ്പച്ചൻ നാട്ടില് ICUലുമാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ഇടവകയിലും ബുദ്ധിമുട്ട് സഹിക്കുന്നവര്. വി ക്യാൻ ഹെൽപ്പ് ത്രൂ ലോട്ട് ഓഫ് വേസ്. ബട്ട് I hope you guys remember the important and the ideal way is through prayers. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയിട്ട് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടാവും. ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ലൈക്ക് ഡോക്ടേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, നഴ്സസ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്. The list really goes on. ഒത്തിരി ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. Prayer is the biggest charity that we can do for the world today. Yes, but how to pray? We can pray the rosary, the divine chaplet, etc. Like we can form a group where we pray continuously round the clock. Like a prayer chain.
each person can complete the given amount of prayer. I'll share you the details. Let us be faithful to God, and I'm sure He'll be merciful to us. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ നമ്മുടെ ഈശോ നമ്മളെ കൈവിടില്ല എന്ന്? ആ ഉറച്ച വിശ്വാസത്തോടു കൂടെ വേണം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട്? യെസ് മാം. Yes, miss. So miss, let us start it today itself. Sure, Anita. Thank you, my dear students, for your genuine cooperation. Let's begin the journey together. ജെസ്സിയെ, എനിക്കൊരു ജോലി ശരിയാവുന്നുണ്ടാ. ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. ചിലപ്പോ സംഭവം കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ദൈവമേ നന്ദി. നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയായി വന്നിട്ടുണ്ടല്ലോ. അതെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്തല്ലോ. നമ്മുടെ ആ മീനുല്ലേ, അവളുടെ ശമ്പളം നമ്മൾ കൊടുത്തില്ലല്ലോ കഴിഞ്ഞ മാസം. അവൾ ഇത്തിരി ബുദ്ധിമുട്ടിലായിരിക്കും. നമുക്ക് അവളുടെ കാശ് കൂടെ കൊടുത്താലോ? ശരിയെന്നാ, നീ ഒരു കാര്യം ചെയ്യ, നീ അവളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ അനുദിനം കോവിഡ് ബാധിതരുടെ എണ്ണം കൂടി വരികയാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. കാസർഗോഡ് ജില്ലയിലെ മിഷൻ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ അഞ്ജു നമ്മോടൊപ്പം ചേരുന്നു. അഞ്ജു, ഹലോ, കേൾക്കാമോ? അഞ്ജു, ഇപ്പോൾ അവിടുത്തെ എന്താണ് അവസ്ഥ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് മിഷൻ ആശുപത്രിയുടെ മുൻപിലാണ്. ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയാണ്. ഇവിടെ നിന്നൊരു സിസ്റ്റർ നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. സിസ്റ്റർ റിയോയുടെ ഇവിടുത്തെ സ്ഥിതിഗതികൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സിസ്റ്റർ റിയ. ഇവിടെ എത്ര രോഗബാധിതരാണ് ചികിത്സയിൽ കഴിയുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു 32 പേഷ്യൻസ് ആണുള്ളത്. അതിലൊരു 16 പേഷ്യൻസിന്റെ കണ്ടീഷൻ കുറച്ച് ഗുരുതരമാണ്. മറ്റുള്ള പേഷ്യൻസ് അത്രയ്ക്ക് സീവിയർ കണ്ടീഷനിലല്ല. അവർ മൈൽഡ് സിംറ്റംസ് മാത്രമേ കാണിച്ചു തുടങ്ങിയിട്ടുള്ളത്. മരണം വല്ലതും സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആരും മരിച്ചിട്ടില്ല. ഞങ്ങളുടെ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ സേവനം കാരണം ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നല്ല പോസിറ്റീവ് റിസൾട്ട്സ് ആണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രോഗം മുഴുവൻ ഭേദമായ ആൾക്കാർ എത്രയുണ്ട്? ഞങ്ങളൊരു 11 പേഷ്യൻസിനെയാണ് ഡിസ്ചാർജ് ചെയ്ത് അവരുടെ വീടുകളിലേക്ക് തിരിച്ചുവിട്ടത്. ഇന്നലെ ഞങ്ങളൊരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വയം രക്ഷയ്ക്കായി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കിറ്റ്സ് ഒക്കെ ലഭ്യമാണ്.
ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ലഭ്യമാണ് ഇവിടെ. അതിപ്പോ പേഷ്യൻസിന്റെ റൂട്ട് മാപ്പ് ആയാലും ശരി, അതോ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയാലും ശരി, അങ്ങനെ എല്ലാവിധ ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് രോഗവ്യാപനം നിയന്ത്രിക്കാൻ ഞങ്ങളത് സഹായിക്കുന്നു. നിങ്ങളെ പോലെയുള്ള ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ആരോഗ്യ പ്രവർത്തകരെയും ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഈ ഒരു മാരകമായ രോഗത്തിന്റെ മുൻപിലും തലകുനിച്ച് നിൽക്കാതെ യുദ്ധം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും വീരപോരാളികളാണ്. നിങ്ങളുടെ സേവനം ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നു. സിസ്റ്റർ റിയ, നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. ക്യാമറമാൻ ശരത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു. തീർച്ചയായും മഞ്ജു, ഇന്ന് ഈ ഇന്റർനാഷണൽ നഴ്സസ് ഡേ ലോകമെമ്പാടും ആചരിക്കുമ്പോൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും നമ്മൾ നോക്കി കാണുന്നത്. സ്വന്തം ജീവനെ പോലും വിലമതിക്കാതെ രോഗബാധിതർക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന അവരുടെ ഈ ധീര സേവനം വളരെ സ്തുത്യർഹമാണ്. അവരുടെ ഈ കോവിഡിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അവരെ സ്നേഹപൂർവ്വം ലോകം നൽകിയിരിക്കുന്ന പേരാണ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്. ഈ ഒരു പേര് തന്നെ അവർക്ക് ഏറ്റവും വലിയ പൊൻതൂവലാണ്. അവർ ഈ ചെയ്യുന്ന സേവനം നമ്മുടെ ഇതിഹാസത്തിന്റെ താളുകളിൽ സുവർണ ലിപിയിൽ എഴുതപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒരു ചെറിയ ഇടവേള. ജോസഫ് പറയും, എന്താ കാര്യം? ചാച്ചനെ ഡിസ്ചാർജ് ചെയ്തെന്നാ? ഇന്നാ? ഞാനിപ്പോ ന്യൂസിൽ കണ്ടുള്ളൂ. എടി ജെസ്സിയെ ചാച്ചനെ ഡിസ്ചാർജ് ചെയ്തു. ചേച്ചിയെ ഞങ്ങൾ ഇന്ന് ടിവിയിൽ കണ്ടു. അടിപൊളിയായിരുന്നു. അത് അവിടെ ആരും ഫ്രീ അല്ലായിരുന്നു, അതുകൊണ്ടാ പിന്നെ ഞാൻ അവിടെ ഇന്റർവ്യൂ കൊടുത്തത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം വലിയ കാര്യമാണ്. ഇന്നാണ് എനിക്ക് എന്റെ പ്രാധാന്യം മനസ്സിലായത്. എന്റെ പൊന്നമ്മേ, ഞാൻ ഇങ്ങനെ അവസാനം തീരുമാനിച്ചത് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ശുശ്രൂഷിക്കാന്നല്ലേ. ഇനി അമ്മയുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പേടിക്കണേ?